ജിൻഡോ എന്ന മനുഷ്യനും ജിൻഡോ എന്ന ഗെയിമറും അത് ചർച്ച ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ സീസണിന്റെ തുടക്കം മുതലുള്ള കഥ പറയേണ്ടി വരും. പക്ഷെ ഇതൊരു ചെറിയ ഉദാഹരണമാണ്. തള്ളി പറഞ്ഞവരെയും ജിൻഡോ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഒരു പ്രേക്ഷകൻ പങ്കുവെച്ച പോസ്റ്റാണ്. അത് ആദ്യം വായിക്കാം. നന്ദന തിരിച്ചു വരാത്തതിൽ സങ്കടപ്പെട്ട് നൊഹോറെ ട്രോളുന്ന ബീൻ ബാഗ് ടീം ഒരു വശത്ത്, മറുവശത്ത് സംസാരിക്കുക പോലും ചെയ്യാതെ കിടന്നുറങ്ങുന്ന ശ്രീതുവും അർജുനും ജാസ്മിനും. നോറ പറയുന്നു, ഈ വീട്ടിൽ ഞാൻ തിരിച്ചു വന്നതിൽ ഏറ്റവും സന്തോഷിച്ചത് ജിൻഡോ ചേട്ടനാണ് എന്ന്. ജിൻഡോ പറയുന്നു, തിരിച്ചു വന്നാൽ നിന്റെ പോരാട്ട വീര്യം ഇനിയും കൂടും എന്ന് പറയുന്നു. ആ വീട്ടില് നോറയ്ക്ക് ഏറ്റവും കൂടുതൽ വിരോധം ജിൻഡോയോടായിരുന്നു. മുമ്പ് ഗബ്രിയും ജിൻഡോയും വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ തിരിച്ചു കയറ്റരുത് എന്ന് ലാലേട്ടനോട് പറഞ്ഞ ഏക വ്യക്തി നോറയായിരുന്നു. ഇന്ന് നോറ തിരിച്ചു വരുമ്പോൾ അവൾക്ക് വേണ്ടി സംസാരിച്ച, സന്തോഷത്തോടെ സ്വീകരിച്ച ഏക വ്യക്തി ജിൻഡോയും. കാലത്തിന്റെ ഒരു കാവ്യനീതിയെ. നോറ തിരിച്ചു വന്നപ്പോൾ ജിൻഡോ മാത്രം പോസിറ്റീവായി സംസാരിക്കുന്നു. സിജോ ആൻഡ് ഗ്യാങ് നോറ എടുത്തിട്ട് ബുള്ളി ചെയ്യുന്നു. നോറ ഏറ്റവും തള്ളി പറഞ്ഞ ജിൻഡോയെയാണ്. പക്ഷെ നോറ ഔട്ടായെന്ന് കരുതി സന്തോഷിച്ചിരുന്നവർക്കിടയിലേക്ക് അവർ തിരിച്ചു വരുന്നു. വന്നപ്പോൾ വാക്കുകൾ കൊണ്ട് ചേർത്ത് പിടിക്കാൻ ജിൻഡോ മാത്രമേ ഉള്ളൂ. എന്തൊരു വിരോധാഭാസമാണ്. തിരിച്ചറിവുള്ള വ്യക്തിയാണ് നോറയെങ്കിൽ അവൾക്ക് ഇനിയെങ്കിലും ജിൻഡോ എന്ന മനുഷ്യന്റെ വലിയ മനസ്സ് മനസ്സിലാകും. മുന്നിൽ ചിരിച്ച് പിന്നിൽ നിന്നും കുത്തുന്ന ചതിയന്മാരുടെ കൂട്ടത്തിലല്ല ജിൻഡോ. നിരുപദ്രവമായ കള്ളങ്ങള് പറഞ്ഞാലും മണ്ടത്തരം പറഞ്ഞാലും ആ ഹൗസിൽ ഏറ്റവും നല്ല മനസ്സിനുടമ ജിൻഡോ മാത്രമാണ്. ഇതായിരുന്നു ആ ഒരു പോസ്റ്റ്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം കറക്റ്റാണ്. നോറ മാത്രമാണ് അന്ന് ജിൻഡോയും ഗബ്രിയും പുറത്താക്കണമെന്ന് പറഞ്ഞത്. അതൊക്കെ കറക്റ്റ് ഫാക്റ്റ് ആണ്. ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണെങ്കിലും അത് മനസ്സിൽ വെച്ച് പെരുമാറാനുള്ള എല്ലാ അവസരവും ജിൻഡോയ്ക്ക് ഇന്നലെ ഉണ്ടായിരുന്നു. അത് പുള്ളി ചെയ്തില്ല. അതാണ് ജിൻഡോയുടെ ഒരു ക്വാളിറ്റി. അപ്പൊ നോറ അത് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അത് വിട്ട് കളഞ്ഞിരുന്നു ജിൻഡോ. പേഴ്സണൽ ഗഡ്ജ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. നോറയുടെ അത്രയും പോലും പേഴ്സണൽ ഗഡ്ജ് വെച്ച് കളിച്ചിട്ടില്ല. അപ്പൊ അതാണ് ഒരു ക്വാളിറ്റി ആയിട്ട് ഇതിൻ്റെ അത് പറയുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.